സി പി നോക്കൂ, കഴിഞ്ഞ ബജറ്റിൽ കാരവൻ ടൂറിസത്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത് അല്ലേ? എന്തോ വലിയൊരു സംഭവം കേരളത്തിൽ നടത്തുന്നു. കാരവൻ ടൂറിസത്തിൻ്റെ അവസ്ഥ അറിയാലേ ഇപ്പോൾ. ഞാൻ പറയാതെ തന്നെ പിന്നെ സി പിക്ക് അറിയാം. ഇപ്പോൾ നോക്ക്, മൈസ് ടൂറിസമാണിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. മീറ്റിംഗ്സ്, ഇൻസെൻറ്റീവ്സ്, കോൺഫറൻസസ് ആൻഡ് എക്സിബിഷൻസ്, വൻകിട കൺവെൻഷൻ സെൻറ്ററുകളും ഡെസ്റ്റിനേഷൻ ടൂറിസം സെൻറ്ററുകളും വികസിപ്പിക്കും എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു, അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം IT പാർക്കുകളുണ്ട് കേട്ടോ. അങ്ങോളം ഇങ്ങോളം. ഇപ്പോൾ ഇതാ കൊട്ടാരക്കരയിൽ തുടങ്ങാൻ പോകുന്നു, കൊല്ലത്തിൻ്റെ വേറൊരു IT പാർക്ക് തുടങ്ങാൻ പോകുന്നു. എല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ട്. അതുപോലെ ഇനിയിപ്പോൾ കൺവെൻഷൻ സെൻറ്ററുകൾ കെട്ടിപ്പൊക്കാനും അതുപോലെ ഡെസ്റ്റിനേഷൻ ടൂറിസം സെൻറ്ററുകൾ വികസിപ്പിക്കാനും ഒക്കെയാണ് ലക്ഷ്യം ഇടുന്നത്. ഈ ടൂറിസത്തിന് വളരെ സാധ്യതകളാണ്. അനന്തസാധ്യത എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, പരിമിതമായതും എന്നാൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്കോപ്പുള്ള മേഖല തന്നെയാണ് ടൂറിസം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ ടൂറിസത്തിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഒരു എനേബിളിംഗ് എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ KTDC തന്നെ ഹോട്ടൽ പണിയുക എന്നുള്ളത് ഒരു തെറ്റായ മോഡലാണ്. ഇപ്പോൾ ഞാൻ ഈ ബജറ്റിൽ വായിച്ചു, ഇൻ്റർനാഷണലായിട്ട് ഹോട്ടൽ ശൃംഖല പോലെ തുടങ്ങാനായിട്ട് എന്തോ ഗവൺമെൻറ് ഒരു പരിപാടി ഇടുന്നു. ഒരാവശ്യമുള്ള കാര്യമല്ല. അത് മറ്റൊരു വിഷയമാണെങ്കിൽ പോലും, ഇവിടെയാണെങ്കിൽ പോലും ഹോട്ടലുകൾ ഗവൺമെൻറ് തുടങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഹോട്ടൽ മുറികളും ഹോട്ടലുകളും അതേപോലെ തന്നെയുള്ള ടൂറിസത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളും മറ്റുള്ളവർക്ക് തുടങ്ങാനും എനേബിളിംഗ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കാനുള്ള പദ്ധതികളാണ് ചെയ്യേണ്ടത്. അതിൽ ഈ കാരവൻ ടൂറിസം വന്നപ്പോൾ നമ്മളതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. കാരണം കാരവൻസ് വരികയും കാരവനുകൾക്ക് പിന്നെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ ഡീസലോ പെട്രോൾ അടിക്കാനാണെങ്കിൽ അത്, ഇപ്പോൾ ഇലക്ട്രിക് കാരവനാണെങ്കിൽ കുറച്ചും കൂടെ നന്നായി അത് പ്ലഗ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവിടെ ബാത്റൂംസൊക്കെ ഉണ്ടാക്കുക, നല്ലൊരാശയമാണ്. പക്ഷേ അത് എവിടെ എത്തിയില്ല. ഇപ്പോൾ ഞങ്ങളൊക്കെ കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു പ്രധാന കാര്യമാണ് ഇപ്പോൾ ഹെൽത്ത് ടൂറിസം എന്ന് പറയുന്നത് പോലെ, ട്രീറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു വർക്കിംഗ് ഹോളിഡേ. അപ്പോൾ അതിൽ സ്പോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ആൾ 8 മണിക്കൂർ വീതം അല്ലെങ്കിൽ 8-9 മണിക്കൂറൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതിന് വരെ 4 മണിക്കൂർ വർക്ക് ചെയ്യുക. കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഇപ്പോഴത്തെ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടുള്ള വർക്കാകുമ്പോൾ 4 മണിക്കൂർ വർക്ക് ചെയ്യുക. അപ്പോൾ 4 മണിക്കൂർ ഹോളിഡേ ആണ്, 4 മണിക്കൂർ വർക്കിംഗ് ഡേ ആണ്. ബാക്കി സമയങ്ങളിൽ അദ്ദേഹത്തിന് കളിക്കാനും വ്യായാമം ചെയ്യാനും അത്യാവശ്യം ട്രീറ്റ്മെൻറ്റുകൾ എന്തെങ്കിലും പല്ല് വയ്ക്കാലോ. ഇപ്പോൾ ഡെൻറ്റിസ്ട്രി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല്ല് കേട് വരുമല്ലോ ആൾക്ക് ഒരു 40 വയസ്സൊക്കെ ആകുമ്പോൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതിന് അത്തരത്തിലുള്ള എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ടൂറിസം എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കുന്നതിൽ പൂർണ്ണ പരാജയമാണ് കേരളം എന്ന് പറയാൻ പറ്റില്ല. കേരളത്തിൽ ഇപ്പോൾ ഹോളിഡേ ഹോംസ് ഉണ്ടാക്കുകയും എന്താ പറയുക, നമ്മുടെ ഹോം സ്റ്റേ ഉണ്ടാക്കുകയും ചെയ്തൊക്കെ ഒരു സക്സസ് ആണ്. ഈ ഗവൺമെൻറ് എന്നല്ല, എല്ലാ ഗവൺമെൻറ്റുകളുടെ കാലത്തും അത് തുടങ്ങിയതാണ്. പക്ഷേ നമുക്ക് നല്ല രീതിയിലുള്ള ഇപ്പോൾ ടെന്നീസ്, ഗോൾഫ്, ഇപ്പോൾ ഗോൾഫ് ടൂറിസം എന്ന് പറഞ്ഞൊരു വലിയ ടൂറിസം ശൃംഖല തന്നെയുണ്ട് നമ്മുടെ എസ്റ്റേറ്റുകളിൽ. അത് അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്ഥലത്ത്, ഇപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ സമയത്താണല്ലോ അഡ്വഞ്ചർ ടൂറിസം ഇത്തരത്തിലുള്ള 5% സ്ഥലത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു രേഖ തയ്യാറാക്കിയത്. അന്ന് പ്ലാനിംഗ് ബോർഡിൽ നിന്നാണ് അത് ചെയ്തത്. ഞങ്ങളൊക്കെ അതിന് ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ പോരാ. ഇപ്പോൾ നമ്മുടെ കുളങ്ങരയെപ്പോലുള്ള ആളുകൾ പ്ലാനിംഗ് ബോർഡിലുണ്ട്, പക്ഷേ അവരുടെ ഒന്നും ഒരു പ്രസൻസ് നമ്മൾ കാണുന്നില്ല. അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ടൂറിസത്തിൽ നിന്ന് വരുമാനം വർധനിപ്പിക്കാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മൾ വെറും കേവലം നമ്മൾ ഈ ഷോപ്പിൽ പോയിട്ട് ആൾക്കാർ വാങ്ങുക, വിൽക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം നടക്കില്ല. ഇപ്പോൾ നല്ല ഇപ്പോൾ മാളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ലുലു മാള് പോലുള്ള മാള് വരുന്നുണ്ട്. ആ മാള് വരുമ്പോൾ അവിടെ നിന്ന് വ്യാപാരം നടക്കുമ്പോൾ അത് ടൂറിസ്റ്റുകൾക്ക് വാങ്ങാനുള്ളൊരു സ്ഥലമാണെങ്കിൽ നമ്മുടെ സാധാരണ വ്യാപാരികൾക്ക് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വരില്ല. ടൂറിസ്റ്റുകൾക്ക് അവരുടെ നല്ല ബ്രാൻഡുകളും ലോക്കൽ ബ്രാൻഡുകളും ഒക്കെ വിൽക്കേണ്ടി വരുന്നതാണെങ്കിൽ ലോക്കലായ സാധനങ്ങൾ നമ്മൾ എന്താ പറയുക, സോപ്പ് ജീപ്പ് കണ്ണാടി എന്ന് പറയുന്ന പോലെ ലോക്കലായി പ്രൊഡ്യൂസ് ചെയ്തുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക, അതിനൊക്കെ വലിയ ഡിമാൻഡാണല്ലോ. ഞാനൊരു ഈജിപ്തിൽ പോയ സമയത്ത് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ വേണ്ടത്ര വിജയിച്ചില്ല. പക്ഷെ ഞാൻ പറയുന്നത് ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വന്ന് വാങ്ങുക, ബൈ ഫ്രം കേരള എന്നുള്ള ഒരു തരത്തിൽ
ടൂറിസവുമായി അത് ബന്ധപ്പെടുത്തിയാൽ നമുക്കൊരു മെർക്കൻറ്റൈൽ ചരിത്രം നമുക്കുണ്ടല്ലോ. നമുക്ക് ഫാക്ടറിയേക്കാളും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും വിൽക്കുക വാങ്ങുക എന്നുള്ളതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. സ്പൈസസ്, അപ്പോൾ ആ സ്പൈസസ് നമ്മുടെ സ്പൈസസ് മാത്രമൊന്നുമില്ല, കാശ്മീരിൽ നിന്നുള്ള സ്പൈസസ് ആവാം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്പൈസസ് ആവാം, അപ്പോൾ നമ്മുടെ സ്പൈസസും ആവാം. അപ്പോൾ അങ്ങനെ ടൂറിസം എന്നുള്ളത് കേവലം വിനോദസഞ്ചാരം എന്നതിനേക്കാൾ അപ്പുറത്ത്, ബിയോണ്ട് ഒരു വെക്കേഷൻ എന്നതിനേക്കാൾ അപ്പുറത്ത് വാങ്ങലും വിൽക്കലും ചികിത്സിക്കലും കളിക്കലും അതേപോലെ തന്നെയുള്ള ഒരു താൽക്കാലിക ജീവിതം, ഒരു 1-2 മാസം ഒരു ടൂറിസ്റ്റോടെ നിന്നാൽ നമുക്ക് വരുമാനം വർധനവുണ്ടാക്കും. ഇന്നിപ്പോൾ നമ്മുടെ GDP-യുടെ 7-8% ഇന്ന് ടൂറിസത്തിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. കോവിഡ് ഏറ്റവും കൂടുതൽ തകർത്തത് ടൂറിസത്തെയാണ്. അപ്പോൾ ആ തരത്തിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 50 ടൂറിസം ഡെസ്റ്റിനേഷൻസ് പുതുതായിട്ട് പറയുന്നുണ്ട്. കേരളത്തിനത് വെടിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അല്ലെങ്കിൽ കേരളത്തെ അവഗണിച്ചുകൊണ്ട് ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ കൊടുക്കാൻ ഒരാൾക്ക് സാധിക്കില്ല. അപ്പോൾ ആ തരത്തിൽ ഉള്ള ഒരു ടൂറിസം വികസനത്തോട് നമുക്ക് യാതൊരു വിയോജിപ്പുമില്ല. പക്ഷേ ഇതിൽ വായിക്കുമ്പോൾ ഇതൊക്കെ ഒരു സ്റ്റൈലായിട്ടുള്ള ഒരു ചൈതന്യമില്ലാത്ത വരികളായി പോയോ എന്ന് ഞാനിപ്പോൾ ഒരു വിഷമത്തോടുകൂടി പറയുകയാണ്. ഒരു അവസാനത്തെ ഒരു ബജറ്റ് അലോകപാലിൻ്റെ ഈ ഗവൺമെൻറ്റിൻ്റെ, 2ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ ബജറ്റ് എന്നുള്ള നിലയ്ക്കുള്ള ഒരു പ്രസരിപ്പ് ഈ ബജറ്റിൽ കുറഞ്ഞുപോയി എന്നാണ് എൻ്റെ സ്നേഹിതന്മാരും പറയുന്നത്. ഓക്കെ, അഡ്വക്കേറ്റ് ബലദേവ്, പൊള്ളയായ പ്രഖ്യാപനങ്ങളല്ലേ ഇപ്പോൾ? ഞാൻ CP ആഡ് ചെയ്യാനുണ്ടോ? ഞാൻ ഒന്ന് ആഡ് ചെയ്തത്, ഞാനൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്, മറ്റൊന്നുമല്ല. എനിക്ക് ഈ വനം വന്യജീവി കാര്യത്തിൽ കൂടെ പറഞ്ഞിട്ട് ഞാനൊന്ന് പ്ലീസ്. ഈ വനം വന്യജീവി പ്രശ്നം ഇന്നിപ്പോൾ വലിയൊരു പ്രോബ്ലമായിട്ട് വന്നു. ഇന്നിപ്പോൾ ഒരു 50 കോടി രൂപ ഇന്ന് നമ്മുടെ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കാത്തിരുന്നൊരു കാര്യം, ഇപ്പോൾ വനം വന്യജീവി പ്രശ്നത്തിൽ നമ്മൾ വനത്തിനും എതിരല്ല, വന്യജീവിക്കും എതിരല്ല. വനവും വന്യജീവി നമ്മുടെ സമ്പത്തിൻ്റെ ഭാഗമാണ്. വാസ്തവത്തിൽ നമ്മുടെ നാഷണൽ വെൽത്താണത്. ആ നാഷണൽ വെൽത്ത് നമുക്കിന്നിപ്പോൾ ഒരു ശാപമായിട്ട് മാറുന്നു വനയോര പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൽ അടിയന്തരമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ദീർഘകാലാടിസ്ഥാനത്തിലും ഇടക്കാലത്തും ചെയ്യേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ മരിച്ചുപോയ ആളുകളുടെ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു 10 ലക്ഷം രൂപ കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ ഈ കടുവ കൊന്ന് തിന്ന രാധയുടെ വീട്ടിൽ പോയി, അത് പറയാൻ തന്നെ വിഷമം തോന്നുന്നു. വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. അപ്പോൾ അവർക്ക് ഗവൺമെൻറ്റിൽ ഒരു സ്ഥിരം ജോലിയോ അല്ലെങ്കിൽ വനത്തിൽ എന്തെങ്കിലും വന ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു വനാതിർത്തിയിലാണ്, മുനിസിപ്പാലിറ്റിയിലാണ്, മാനന്തവാടി മുനിസിപ്പാലിറ്റിയുടെ 1-ാം വാർഡിലാണ് ഈ കടുവ കടിച്ചു വന്ന വനിതയുടെ വീടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ ഒരു നല്ലൊരു താങ്ങ് കിട്ടുമെന്നാണ് ഞാൻ കരുതിയത്. ഒന്നും കിട്ടിയില്ല. അവരുടെ പഠിക്കുന്ന കുട്ടികൾക്കൊരു പിന്തുണ, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് ഒരാൾക്കൊരു സർക്കാർ ജോലി. കാരണം ആയിരക്കണക്കിന് ആൾക്കൊന്നും കൊടുക്കണ്ടല്ലോ. നമുക്ക് ഒരു വർഷം 5-10 ആൾക്കാരാണ് ഈ പ്രശ്നം ഓരോ സീസണിൽ വരുന്നത്. മൊത്തത്തിൽ 1000-ഓളം ആളുകൾക്ക് വന്നിട്ടുണ്ട്. അവർ ഓരോരുത്തരെയും എടുത്ത് അത് പരിശോധിക്കുക. പിന്നെ ഈ വന നിയമത്തിൻ്റെ കാര്യത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവരാൻ ബാലഗോപാലിന് ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ IPC-യുടെ ഇപ്പോൾ ശിക്ഷാ നിയമത്തിൻ്റെ പേര് മാറ്റി ന്യായ സംഹിതയാക്കി. IPC-യുടെ 96 തൊട്ട് 106 വരെയുള്ള വകുപ്പുകളിൽ ആത്മരക്ഷാർത്ഥം ചെയ്യുന്നതൊന്നും കുറ്റമല്ല. നത്തിങ് ഈസ് എൻ ഒഫൻസ്. എങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ സെൽഫ് ഡിഫെൻസിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ആത്മരക്ഷാർത്ഥം തിരിച്ചടിച്ച് ഒരു മനുഷ്യൻ മരിച്ചാൽ പോലും അത് കൊലക്കുറ്റമല്ല. അപ്പോൾ അവിടെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു മൃഗം, നമ്മുടെ വിളയിൽ നമ്മുടെ പറമ്പിൽ ഒക്കെ നിൽക്കുന്ന മൃഗങ്ങളെ തുരത്തി ഓടിക്കുമ്പോൾ അത് കൊല്ലപ്പെട്ടാൽ അതൊരു കുറ്റമല്ല എന്ന ഒരു ഭേദഗതിയുള്ളൊരു നിയമം കൊണ്ടുവരേണ്ടതായിരുന്നില്ലേ? അതിന് പണച്ചെലവൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഈ പന്നികളെ കള്ളിയാതെ അത് തീരില്ല, കൊല്ലാതെ തീരില്ല. പക്ഷെ ആനകളെ എല്ലാം കൊല്ലണമെന്ന് ഞാൻ പറയില്ല, കടുവകളെ കൊല്ലണമെന്ന് പറയില്ല. അവർക്ക് വേണ്ടത് ഈ കാട്ടിൽ ജീവിക്കാനുള്ള അവരുടെ അവസ്ഥ നന്നാക്കുക, മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അവിടെ വെള്ളവും ഭക്ഷണവും കൊടുത്താൽ ഒരു കടുവയും ഇങ്ങോട്ട് വരില്ല,
ഒരാനയും വരില്ല. അപ്പോൾ ഈ ബജറ്റിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു നടപടി എന്ന് പറയുന്നത് അതായിരുന്നു. അതും ഉണ്ടായില്ല എന്നുകൂടി പറയുകയാണ്. എന്നെ പോകാൻ അനുവദിച്ചാൽ യെസ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് താങ്കൾ മുന്നോട്ട് വെച്ചത്.